ഈ വിയർപ്പിന് വരുന്ന ബാഡ് സ്മെൽ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക? ഒന്ന് ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിയർപ്പിന് ആസിഡ് സ്മെല്ലില്ല. അവിടെയുള്ള മൈക്രോ ഓർഗാനിസം, ഇൻഫെക്ഷൻ, ഇതൊക്കെയാണ് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ ഡയറ്റ് ക്ലീൻ ആയി വെക്കുന്നത്, കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ പുറത്തൊക്കെ ജങ്ക് ഫുഡ് കുറക്കുന്നത് ഈ ഒരു ഇഷ്യൂവിനെ ഒരു എക്സ്റ്റെൻഡ് വരെ വളരെയധികം കൺട്രോൾ ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഓവറായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങളുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് വളരെയധികം കുറയുമ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് സ്വെറ്റിൽ തന്നെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് പുറത്തു വരും. ഇത് സ്മെല്ല് ഇന്റൻസിഫൈ ചെയ്യാനൊരു റീസൺ ആയേക്കാം. ഇത് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഇഷ്യൂ കവർ ചെയ്താൽ മതി. മൂന്നാമത്തെ കാര്യം, സ്കിന്നിന് ചേർന്ന രീതിയിലുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്യുക. കോട്ടൺ, ലിനൻ പോലുള്ള ഡ്രസ്സസ് ആണ് കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലത്. പരമാവധി പോളിസ്റ്റർ പോലുള്ള മെറ്റീരിയൽസ് കുറക്കുന്നതും ഈ ഒരു ചേഞ്ച് വളരെയധികം വരുത്തുന്നതായിരിക്കും. നാലാമത്തത്, ഇതിലൊന്നും ചെയ്തിട്ട് കൺട്രോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ്ഡ് ടോണേഴ്സോ മറ്റെന്തെങ്കിലും ടോണേഴ്സോ നിങ്ങൾക്ക് അണ്ടർആംസിൽ യൂസ് ചെയ്യാം. പക്ഷെ വൺസ് ഓർ ട്വൈസ് മാത്രമായി യൂസ് ചെയ്യുക. ഓവർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരാനും ഡ്രൈനെസ് വരാനും കാരണമായേക്കാം.